ഒരേസമയം 6 ഇടങ്ങളിൽ പടരുന്ന കാട്ടുതീ കാലിഫോർണിയയെ അസാധാരണ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. അടിയന്തര സാഹചര്യത്തെ നേരിടാൻ സർവ്വസന്നാഹങ്ങളും ദുരന്തമുഖത്തിറങ്ങുമ്പോൾ തീയോട് നേരിട്ട് പൊരുതുന്ന അഗ്നിശമന സേനാംഗങ്ങളിൽ ഓറഞ്ച് യൂണിഫോം അണിഞ്ഞ ഒരു വിഭാഗത്തെ കാണാം. പ്രത്യേക പരിശീലനം ലഭിച്ച തടവുകാരാണവർ. തീ പടർന്ന ഒന്നാം ദിനം 300-ലധികം തടവുകാരാണ് കാലിഫോർണിയയിൽ ദുരന്തമുഖത്തിറങ്ങിയത്. 5 ദിവസത്തിനപ്പുറം അവരുടെ എണ്ണം 1000-നടുത്താണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറക്ഷൻസ് ആൻഡ് റീഹാബിലിറ്റേഷന്റെ കണക്കനുസരിച്ച് 939 പേർ. DCCRനു കീഴിലെ കൺസർവേഷൻ ക്യാമ്പുകളിൽ നിന്നുള്ള സ്ത്രീ പുരുഷ തടവുകാരാണിവർ. കാൽ ഫയർ എന്നറിയപ്പെടുന്ന കാലിഫോർണിയ വനം അഗ്നിരക്ഷാ സേനാ വിഭാഗത്തിന്റെ 2000-ഓളം അഗ്നിശമന സേനാംഗങ്ങൾക്കൊപ്പം ഓറഞ്ച് യൂണിഫോം അണിഞ്ഞ് ഇവർ രക്ഷാപ്രവർത്തനത്തിന് മുന്നണിയിലുണ്ട്. കാലിഫോർണിയയിലുടനീളം 35 കൺസർവേഷൻ ക്യാമ്പുകളാണ് DCCRനുള്ളത്. ഇതിൽ 2 വനിതാ തടവുകാർക്ക് പ്രത്യേകമായുള്ളതാണ്. നിലവിൽ ഈ ക്യാമ്പുകളിലായി 1870 തടവുകാർ ദുരന്ത സാഹചര്യങ്ങളെ നേരിടാനുള്ള പരിശീലനം നേടുന്നുണ്ട്. കാലിഫോർണിയയുടെ ആകെ അഗ്നിശമന സേനയുടെ 30% ഇന്ന് DCCR സേനാംഗങ്ങളാണ്. 8 വർഷമോ അതിൽ താഴെയോ മാത്രം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട ചെറിയ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവർക്കാണ് ഈ ക്യാമ്പുകളിൽ പുനരധിവാസത്തിന് പരിശീലനം ലഭിക്കുന്നത്. ലൈംഗിക കുറ്റകൃത്യങ്ങളോ കൊള്ളിവയ്പ് പോലുള്ള ഗുരുതര ആക്രമണങ്ങളിലോ ഉൾപ്പെട്ടവർ ഈ പരിശീലനത്തിന് അയോഗ്യരാണ്. സാധാരണ സേനാംഗങ്ങളെ അപേക്ഷിച്ച് തുച്ഛമായ വേതനമാണ് ഇവർക്ക് ലഭിക്കുന്നത്. $6 മുതൽ $10 വരെയാണ് ഒരു ദിവസത്തെ വേതനം. തൊഴിൽ സമയത്തിന് പുറത്തെ ഓരോ മണിക്കൂറിനും $1 അധിക വേതനം ലഭിക്കും. നിലവിലേതിന് സമാനമായ ദുരന്ത സാഹചര്യങ്ങളിൽ 24 മണിക്കൂറും തൊഴിലെടുക്കുന്ന DCCR സേനാംഗങ്ങൾക്ക് $27 വരെ ഒരു ദിവസം വേതനമായി ലഭിക്കും. 1946-ൽ ആരംഭിച്ച ഈ പുനരധിവാസ പദ്ധതി തൊഴിൽ ചൂഷണത്തിന്റെ പേരിൽ വിമർശനത്തിനും വിധേയമായിട്ടുണ്ട്. തൊഴിലിനിടെ മരണപ്പെട്ടാൽ സാധാരണ അഗ്നിശമന സേനാംഗങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളോ ആദരവോ ഈ തൊഴിലാളികൾക്ക് ലഭിക്കില്ല. ജയിൽ മോചിതരാകുന്ന പക്ഷം ഈ പരിശീലനവും തൊഴിൽ പരിചയവും ഉപയോഗിച്ച് തൊഴിൽ നേടുന്നതിനും വെല്ലുവിളികളുണ്ട്. അതേസമയം കൺസർവേഷൻ ക്യാമ്പുകളിലെ മെച്ചപ്പെട്ട ജീവിത നിലവാരം ആനുകൂല്യം തന്നെയാണെന്ന് തടവുകാർ പറയുന്നു. തിങ്ങിഞ്ഞെരുങ്ങിയ കാലിഫോർണിയയിലെ സാധാരണ ജയിലുകളുമായുള്ള താരതമ്യത്തിൽ മെച്ചപ്പെട്ട ഭക്ഷണവും താമസവും ഇവിടെ ലഭിക്കും. ഒപ്പം ശിക്ഷാ ഇളവിന് അപേക്ഷിക്കുന്നതിനും DCCRനൊപ്പമുള്ള സേവനം പ്ലസ് പോയിന്റാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.